ഹലോ മച്ചാമാരെ. അപ്പോൾ മഞ്ജുക്കുട്ടി ജീപ്പ് എന്ന ചാനലിലെ പുത്തൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മച്ചാമാരെ, നമ്മൾ ടെസ്റ്റ് വർക്കിൻ്റെ അവസാന പാർട്ട് വീഡിയോ ഇട്ടത്. അപ്പോൾ ഇതിനു മുമ്പുള്ള ഒരുപാട് പാർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ മച്ചാമാരെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ വണ്ടിയുടെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ഒന്ന് തീർക്കണം. അതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഓരോ പരിപാടികളായിട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇത് പെയിൻറ്റ് അടിച്ചിട്ട് ഒരു ദിവസം എന്തായാലും ഉണങ്ങാൻ വേണം. പിറ്റേ ദിവസം തൊട്ട് നമുക്ക് വണ്ടിയുടെ പാർട്സും കാര്യങ്ങളും തിരിച്ച് റീഫിറ്റ് ചെയ്യണം. അതുപോലെ പടുതയും കാര്യങ്ങളൊക്കെ അടിക്കണം. അതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ വണ്ടി MBD എടുത്തുകൊണ്ടിട്ട് ടെസ്റ്റ് ചെയ്യും. അപ്പോൾ രണ്ട് വണ്ടിയും രണ്ട് രീതിയിലാട്ടോ ടെസ്റ്റ് വർക്കിൻ്റെ പേപ്പർ ശരിയാക്കിയത്. അപ്പോൾ രണ്ട് വണ്ടിക്കും ആയ ഫീസ് നമ്മൾ അവസാനം പറയുന്നതായിരിക്കും. അപ്പം മച്ചാമാരെ, അപ്പം മറ്റേ വണ്ടി പെയിൻറ്റ് അടിക്കുമ്പോൾ പെയിൻറ്റ് പറക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ ജീപ്പ് വീടിൻ്റെ പുറകെ കൊണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതൊന്ന് മൂടിയിടണം. അപ്പോൾ കുറച്ചുകൂടി സേഫ് ആയിട്ട് ഇരുന്നോളും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. അപ്പോൾ മച്ചാമാരെ, അപ്പോൾ നമ്മുടെ ജീപ്പിൽ പ്രൈമറും കാര്യങ്ങളൊക്കെ ഇന്നലെ അടിച്ചായിരുന്നു. അപ്പോൾ പെയിൻറ്റ് അടിക്കുന്നതിന് മുമ്പായിട്ട് നൈസ് പേപ്പർ വെച്ചൊന്ന് അരയ്ക്കും കേട്ടോ, ഒന്ന് സ്മൂത്ത് ആകാൻ വേണ്ടി. അപ്പോൾ റേഡിയേറ്റർ ഊരി മാറ്റുവാണെങ്കിൽ ജീപ്പിൻ്റെ ഗ്രില്ലിൻ്റെ ബാക്ക് വശം അടിക്കാനും അതുപോലെ റേഡിയേറ്ററിൻ്റെ ഫുൾ പെയിൻറ്റ് അടിക്കാനും എളുപ്പമായിരിക്കും കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഊരി മാറ്റുവാണേ. അപ്പോൾ മച്ചാമാരെ, അപ്പോൾ ഈ ജീപ്പിൻ്റെ കമ്പനി ഇറക്കി അതേ കളർ തന്നെയായിട്ട് അടിക്കുന്നത്. അത് മഹീന്ദ്ര വൈറ്റ് അതുപോലെ മഹീന്ദ്ര ഗ്രേ എന്നൊക്കെ ആ പെയിൻറ്റിന് പറയുന്നത്. ശരിക്കും മഹീന്ദ്ര ഗ്രേ എന്ന് കേട്ടോ ആ ബോട്ടിലിൽ കൊടുത്തേക്കണേ. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ വണ്ടിയുടെ ഉൾവശം ആദ്യം അടിക്കുന്നത്, അതായത് ആ കളറിൻ്റെ സെക്കൻഡ് ക്വാളിറ്റി ആസ്പെക്ട് അടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ വണ്ടി പെയിൻറ്റ് അടിച്ചപ്പോൾ പറഞ്ഞാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇതൊന്നും പറയാത്തത് കേട്ടോ. അപ്പോൾ ലോങ് ആയിപ്പോയി ഇത് പറയുന്ന. അപ്പോൾ മച്ചാമാരെ, അപ്പോൾ ജീപ്പിൻ്റെ ബോഡിയിൽ വരുന്ന ആസ്പ അടിക്കുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ അടിച്ച് കൊടുത്തിട്ടുണ്ട്. പ്ലാറ്റ്ഫോം മൊത്തം ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ആസ്പ പെയിൻറ്റ് തന്നെ കേട്ടോ നമ്മുടെ മൺഗാർഡിൻ്റെ അടിയിലും ബോണറ്റിൻ്റെ അടിയിലും ഡോറിൻ്റെ ബാക്കിലൊക്കെ അടിക്കുന്നത്. അപ്പോൾ ഈ ജീപ്പിന് വേണ്ടി നമ്മൾ 2 മൺഗാർഡും ഒരു ബോണറ്റും വാങ്ങിച്ചായിരുന്നു കേട്ടോ പുതിയത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ പെയിൻറ്റ് ഇല്ലാത്ത മൺഗാർഡാണ്. ഇത് നമ്മൾ പുതിയത് വാങ്ങിച്ച പെയിൻറ്റ് അടിച്ച മൺഗാർഡാണ്. പക്ഷേ ഇതിന് കളർ ചെറിയ വ്യത്യാസമുണ്ട്. അതാണ് നമ്മൾ വീണ്ടും റീപെയിൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് മാത്രമായിട്ട് വെച്ചാൽ വണ്ടിക്ക് ഒരു ചെറിയ രീതിയിൽ നമുക്ക് അറിയാൻ പറ്റും പെയിൻറ്റിൻ്റെ വ്യത്യാസം. അപ്പോൾ മച്ചാമാരെ, അങ്ങനെ നമ്മൾ ബോണറ്റിൽ അടിക്കുകയാണ് ബാക്കി വെച്ചത് ആസ്പ. നമ്മൾ വാങ്ങിച്ചപ്പോഴും ഇതിന് പെയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടി ഒന്നുകൂടെ റീപെയിൻറ്റ് കേട്ടത്. പിന്നെ ബോണറ്റിൽ ചെറിയ രീതിയിൽ നമ്മൾ പുട്ടിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മച്ചാമാരെ, അങ്ങനെ വണ്ടിയുടെ ബോഡി കളർ അടിച്ചു തുടങ്ങി കേട്ടോ. അപ്പോൾ ഗ്രില്ലിൽ നിന്ന് തന്നെ ആദ്യം തുടങ്ങുവാണ്. അപ്പോൾ മച്ചാമാരെ, അപ്പോൾ നമ്മുടെ വണ്ടിയുടെ പെയിൻറ്റ് അടിച്ചപ്പോൾ നമ്മുടെ വണ്ടിയുടെ പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞിട്ടാണ് ക്ലിയർ അടിച്ചത്. അത് മെറ്റാലിക് പെയിൻറ്റാണ്. പക്ഷേ ഈ വണ്ടി കളർ അടിക്കുമ്പോൾ ഈ വണ്ടിയുടെ പെയിൻറ്റിൻ്റെ ഒപ്പം തന്നെ ക്ലിയറും കൂടി മിക്സ് ചെയ്തിട്ട് അടിക്കുന്നത്. നമ്മുടെ വണ്ടി മിക്സ് ചെയ്തല്ല അടിക്കുന്നത്, സെപ്പറേറ്റ് ആയിട്ട് അടിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ വണ്ടി മെറ്റാലിക് പെയിൻറ്റും ഈ പെയിൻറ്റും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ വണ്ടിയിൽ നമ്മൾ 3 കോട്ട് പെയിൻറ്റ് അടിക്കുന്നുണ്ട്. അപ്പോൾ 3ാമത്തെ കോട്ടിൽ ക്ലിയർ മിക്സ് ചെയ്തിട്ട് അടിക്കുന്നത്. നമ്മുടെ വണ്ടിയിലും സെയിം അതുപോലെ 3 കോട്ട് തന്നെയാണ് അടിച്ചത്. അപ്പോൾ മച്ചാമാരെ, അങ്ങനെ ബോഡി കളർ മൊത്തം അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ വലിയ ഡീറ്റെയിൽ ആയിട്ടും കാണിക്കുന്നൊന്നുമില്ല. നമ്മുടെ വണ്ടി പെയിൻറ്റ് അടിച്ച് അതുപോലെ തന്നെയാണ് ഇതും ഈ അതേ മെത്തേഡിൽ തന്നെയാണ് ഈ വണ്ടിയും പെയിൻറ്റ് അടിക്കുന്നത്. അങ്ങനെ മച്ചാമാരെ വണ്ടിയുടെ ബോണറ്റും കാര്യങ്ങളൊക്കെ അടിച്ചു തുടങ്ങി. അങ്ങനെ ഒരു ചെറിയ ചെറിയ പാർട്സ് അടിച്ചു തുടങ്ങി കേട്ടോ. അപ്പോൾ ബോണറ്റും ഈ മൺഗാർഡും ഡോറൊക്കെ അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിയും കേട്ടോ പെയിൻറ്റിങ്ങിൻ്റെ. അപ്പോൾ ഗ്ലാസ് ഫ്രെയിം പെയിൻറ്റ് അടിച്ചിട്ട് തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അടുത്തത് വണ്ടിയുടെ ഡോറായിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ബോഡിയുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ ചേസിയിലേക്ക് കയറാം. അപ്പോൾ ചേസ് ബ്ലാക്ക് പെയിൻറ്റ് അടിക്കാൻ വേണ്ടി വണ്ടിയുടെ ബോഡിയിൽ പേപ്പറും കാര്യങ്ങളൊക്കെ വെച്ച് മാസ്കിൻ ടേപ്പ് ചൊട്ടിക്കുവാണേ. അത് ബോഡിയിലേക്ക് തെറിക്കാതിരിക്കാൻ വേണ്ടി കേട്ടോ. നമ്മളിതിൽ മാറ്റ് ബ്ലാക്ക് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ മാറ്റ് ബ്ലാക്ക് കൊടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ വണ്ടിക്ക് ഗ്ലോസി ആയിട്ടാണ് കൊടുത്തത്. നമ്മുടെ വണ്ടിയുടെ മൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എഞ്ചിൻ റൂമിന് എപ്പോഴും വണ്ടിക്ക് മാറ്റ് ബ്ലാക്ക് തന്നെയാട്ടോ നല്ലത്. ഗ്ലോസ് അടിച്ചിട്ട് നമ്മുടെ വണ്ടിക്ക് ഗ്ലോസ് ഇട്ട് അടിച്ച് ചെറിയൊരു വൃത്തികളിൽ തോന്നുന്നുണ്ട്. അപ്പോൾ വണ്ടി മാറ്റടിച്ചിട്ട് മൊത്തം മാറിപ്പെട്ടു. വണ്ടി ലുക്കാകെ മാറിപ്പോയി. നമ്മുടെ വണ്ടിക്ക് കുറച്ച് കമ്പിയും കാര്യങ്ങളും അതിൻ്റെ ഫ്രണ്ടിലത്തെ മൺഗാർഡ് റേഡിയേറ്ററും കാര്യങ്ങളൊക്കെ മാറ്റ് ബ്ലാക്ക് അടിക്കണം കേട്ടോ. അടിച്ചുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ മച്ചാമാരെ, അപ്പോൾ ഈ വണ്ടിയുടെ പെയിൻറ്റിങ് കാര്യങ്ങൾ ഏകദേശം തീർന്നു കേട്ടോ. അപ്പോൾ ഈ പെയിൻ്റ് ഒന്ന് ഉണങ്ങാൻ താമസം കൊടുക്കണം. അതിനായിട്ട് നമ്മുടെ വണ്ടിക്ക് ഫിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ മച്ചാമാരെ, അപ്പോൾ പെയിൻറ്റ് ഉണങ്ങാനുള്ള ഒരു താമസം കൊടുത്തിട്ടോ വണ്ടിക്ക്. അപ്പോൾ നമുക്ക് നേരെ ഈ പാർട്സൊക്കെ കയറ്റി ഫിറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഈ വണ്ടിക്ക് സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുതിയ 2 സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ കൊച്ചാപ്പോൾ സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ച് തുടങ്ങി കേട്ടോ. മെനക്കെട്ട പരിപാടിയാണ്. നമ്മൾ ആദ്യമായിട്ടാണ് ജീപ്പിന് ഇതുപോലെ സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ മച്ചാമാരെ, അപ്പോൾ നമ്മൾ പക്ക രീതിയിൽ എങ്ങനെയാണോ കമ്പനി സെറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ സീറ്റ് ബെൽറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് 2003 മോഡലായതുകൊണ്ട് തന്നെ സീറ്റ് ബെൽറ്റിനുള്ള ഓപ്ഷൻ ഈ വണ്ടി തന്നെ ഉണ്ട്, ഫിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. പക്ഷേ നമ്മുടെ വണ്ടിക്കൊക്കെ സീറ്റ് ബെൽറ്റ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ സീറ്റ് ബെൽറ്റിൻ്റെ ആവശ്യം വന്നിറങ്ങി ഇതുപോലെ മോൾഡിംഗ് ഒക്കെ പിടിപ്പിക്കേണ്ടി വന്നേനെ. അപ്പോൾ 93 മോഡൽ വരുന്ന ജീപ്പുകൾ മുതലാണ് സീറ്റ് ബെൽറ്റ് നിർബന്ധം. നമ്മുടെ വണ്ടി 92 ആയതുകൊണ്ട് നമുക്ക് പിടിപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അത്രയും പണി നമുക്ക് കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മച്ചാമാരെ, അങ്ങനെ നമ്മുടെ വണ്ടിയുടെ റേഡിയേറ്ററും കാര്യങ്ങളൊക്കെ കയറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു മൺഗാർഡും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പാച്ചം വന്നിട്ടുണ്ട്. നമ്മുടെ വണ്ടിയുടെ ഫ്രെയിമിൽ ഗ്ലാസ് കയറ്റാൻ വേണ്ടി വന്നതാണ്. നമുക്ക് കയറ്റാൻ അറിയത്തില്ല, പാച്ചന്മാർക്ക് അത് അറിയത്തുള്ളൂ. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ മച്ചാമാരെ, ആശാന്തി കയർ അങ്ങനെ ബീഡിങ്ങിനുള്ളിൽ കയറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. ബീഡിങ് എന്ന് പറഞ്ഞാൽ 2 റബ്ബറാണ്. 2 റബ്ബറിൻ്റെ ഉള്ളിലാണ് കയറ്റി വിടുന്നത്. അങ്ങനെ കയർ കയറ്റി വിട്ട് 2 അറ്റവും സെൻറ്ററിൽ എത്തിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയായിട്ട് കയർ കയറ്റി വിട്ടേക്കണേ. അങ്ങനെ ഗ്ലാസിൻ്റെ ചുറ്റും ഉണ്ട്. അപ്പോൾ ജീപ്പിൻ്റെ ഫ്രെയിമിൽ നമ്മൾ പെയിൻറ്റ് അടിച്ചിട്ട് മാറ്റി വെച്ചു കേട്ടോ. നമ്മൾ ജീപ്പിൽ പിടിപ്പിച്ചില്ലായിരുന്നു. അപ്പോൾ ഗ്ലാസ് ഫ്രെയിം കയറ്റാൻ വേണ്ടി ഫ്രെയിമിലേക്ക് സെറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് ബീഡിങ് കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ ബോൾട്ടിട്ട് മുറുക്കി സാധാ ഫ്രെയിം എങ്ങനെയാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ വണ്ടിയിൽ വെക്കണം. അപ്പോൾ കൊച്ചാപ്പോൾ ബോൾട്ടിട്ട് മുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു വ്യത്യാസം കാണിക്കുന്നുണ്ട്.
അപ്പോൾ നമ്മളതൊക്കെ നോക്കി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അതേ ബീഡിങ് ആശാൻ വലിച്ചിടും കേട്ടോ. അപ്പോൾ ഈ ഗ്ലാസ് ഫ്രെയിമിൻ്റെ ബീഡിങ് ശരിയായ രീതിയിൽ നമ്മൾ വെച്ചില്ലെങ്കിൽ മഴക്കാലത്ത് ഉള്ളിലേക്ക് വെള്ളം ലീക്ക് ആവും കേട്ടോ. അങ്ങനെ ഗ്ലാസ് ഫ്രെയിം കയറ്റി സെറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ആശാൻ ഗ്ലാസ് ഫ്രെയിമിലേക്ക് സെറ്റ് ചെയ്യാൻ പോകും കേട്ടോ. അപ്പോൾ ആശാൻ വലിച്ച് 2 കയറിൻ്റെ അറ്റവും ബാക്കിലേക്ക് എടുത്തിട്ടുണ്ട്. അങ്ങനെ ആശാൻ ഫ്രെയിം ഗ്ലാസ് എങ്ങനെ കറക്റ്റ് പൊസിഷൻ നോക്കി വെക്കുവാണ്. അങ്ങനെ ഗ്ലാസ് ഫ്രെയിമിന് വളവും തിരിവൊന്നും വരാതിരിക്കാൻ വേണ്ടി ആശാൻ എല്ലാവരും കൊണ്ട് പിടിപ്പിച്ച് നിർത്തിയേക്കും കേട്ടോ. ചെറിയൊരു വ്യത്യാസം വന്നാൽ പോലും ഗ്ലാസ് ഫ്രെയിമിൽ കയറില്ല കേട്ടോ. ആശാന്മാർക്ക് ഇതിൻ്റെ കറക്റ്റ് കണക്കും കാര്യങ്ങളൊക്കെ അറിയാം. ആശാൻ വലിച്ചു തുടങ്ങി കേട്ടോ. ഇത് കയറെ വലിക്കുമ്പോൾ ബീഡിങ് പുറത്തത്തെ ബീഡിങ് ഉള്ളിലത്തെ ആ ഒരു ഇരുമ്പിലേക്ക് വന്ന് ചാടും. അങ്ങനെ ഗ്ലാസ് ഈ ഫ്രെയിമിൽ ഇരിക്കുന്നത്. ആശാൻ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിത് ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മളിത് കുത്തിയാണ് ഊരിയെടുത്തത്. ഇനി അതുപോലെയാണ് ഇടണേന്ന് ഓർത്തോണ്ടാണ് നമ്മൾ ഇരുന്നത്. ആശാൻ സിമ്പിളായിട്ട് കയറും കൊണ്ട് വലിച്ചിട്ട് ഈ പാച്ചന്മാർക്ക് കേട്ടോ ശരിക്കും ഗ്ലാസ് ഇടുന്നതിനെ പറ്റി കറക്റ്റ് കണക്കും കാര്യങ്ങളൊക്കെ അറിയത്തുള്ളൂ. നമ്മളിപ്പോൾ ഇതുപോലെ ഈ വീഡിയോകൾ ഇങ്ങനെ കണ്ടിട്ട് പോയി ഇടാൻ നോക്കിയാൽ ഗ്ലാസിന് 8ൻ്റെ പണി കിട്ടും കേട്ടോ. അതായത് നമ്മൾ ഇതുപോലെ വലിക്കുന്ന സമയത്ത് ഗ്ലാസ് കറക്റ്റ് പൊസിഷൻ അല്ലെങ്കിൽ ഈ ഗ്ലാസ് വിണ്ടും അല്ലെങ്കിൽ പൊട്ടിപ്പോവും. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വേണി നമുക്ക് ഇടായിരുന്നു, പക്ഷെ നമ്മളിട്ട റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. കാരണം ഇത് നമ്മുടെ വണ്ടിയും കൂടി അല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഗ്ലാസ് ഫ്രെയിം കയറ്റി സെറ്റ് ചെയ്തു. അപ്പോൾ പാച്ച നോക്കോട്ടെ എന്തെങ്കിലും കുഴപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന്, ഗ്ലാസ് പൊട്ടിയോ കാര്യങ്ങളെന്നൊക്കെ. കണ്ടില്ലേ കറക്റ്റ് നമ്മൾ വണ്ടിയിൽ കാണുന്ന ഇങ്ങനെയാണ് ശരിക്കും ഗ്ലാസ് ഇടുന്നത്. ശരിക്കും പാച്ചൻ ഗ്ലാസ് ഇടാൻ വേണ്ടി മാത്രമായിട്ട് നമ്മുടെ അടുത്തേക്ക് വന്നത്. ഇപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ഇതൊന്നും പിടിപ്പിച്ചില്ലല്ലോ. അപ്പോൾ പാച്ചനും സഹായിക്കാമെന്ന് പറഞ്ഞേ പാച്ചൻ ബോണറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മച്ചാമാരെ, അപ്പോൾ വണ്ടിയുടെ മെയിൻ ഫിറ്റിങ് കാര്യങ്ങളൊക്കെ തീർന്നു. ഇനി നമുക്ക് ചെറിയ ചെറിയ ഫിറ്റിങ് കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. അത് ഇന്ന് രാത്രിയും കൂടെ തന്നെ ചെയ്ത് തീർക്കണം. നമ്മുടെ വണ്ടിക്കും കുറച്ച് പരിപാടി ഉണ്ട്, ഈ വണ്ടിക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ നാളെ നമുക്ക് ഈ 2 വണ്ടി അടിമാലിക്ക് കൊണ്ടാവുള്ളൂ പടുത അടിക്കാൻ വേണ്ടി. അപ്പോൾ നാളെ ഒറ്റ ദിവസം കൂടി ഉള്ളൂ വണ്ടിയുടെ പണിയെല്ലാം തീർക്കാൻ വേണ്ടി. അപ്പോൾ നാളത്തെ ഒറ്റ ദിവസം കൊണ്ട് എല്ലാ പണിയും തീർക്കണം. അപ്പോൾ നാളെ എന്തായാലും നമുക്ക് വണ്ടി MBD ടെസ്റ്റിങ്ങിന് കയറ്റാം കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ പുതിയ സീറ്റും കാര്യങ്ങളൊക്കെ അവിടെ അടിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അടിമാലി പോകുമ്പോൾ അത് പോയി എടുത്ത് നമ്മൾ വണ്ടിയിൽ സെറ്റ് ചെയ്യണം. അപ്പോൾ മച്ചാമാരെ, അപ്പോൾ നമ്മുടെ വണ്ടിയുടെ 2 വണ്ടിയുടെ പെയിൻറ്റിങ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഇച്ചിരി പണിയുണ്ട്, അടിമാലിക്ക് കൊണ്ടുപോകണം. ഇച്ചിരി ഇലക്ട്രിക് പരമായ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. 13 ദിവസം കൊണ്ട് നമ്മുടെ 2 വണ്ടി പാച്ച് വർക്കും അതുപോലെ പെയിൻറ്റിങ് കഴിഞ്ഞത് നമ്മൾ ഇറക്കുവാണേ. ഈ വണ്ടിയിൽ ബാറ്ററി സെറ്റ് ചെയ്തു, ഇത് സ്റ്റാർട്ടാക്കിയത് നമ്മൾ 2 വണ്ടിയും കൂടെ അടിമാലിക്ക് പോകുന്നത്. അപ്പോൾ ഈ വെള്ള ജീപ്പ് സ്റ്റാർട്ടാക്കിയപ്പോൾ റേഡിയേറ്ററിന് ചെറിയ ലീക്ക് വന്നു കേട്ടോ. അത് പൈപ്പിൻ്റെ ആ ക്ലിപ്പ് ശരിക്കും മുറുക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ കൊച്ചാപ്പം അത് മുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയില്ല, ചെറിയ തുള്ളിയായിട്ട് ചാടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ മച്ചാമാരെ, അങ്ങനെ 1.5 ആഴ്ചകൾക്ക് ശേഷം നമ്മുടെ 2 വണ്ടി വീടിൻ്റെ പുറത്തേക്ക് ഇറക്കുവാണേ. നേരെ അടിമാലിക്കാട്ടോ പോണേ. ഈ 2 വണ്ടിക്കും പടുത അടിക്കണം. നമ്മുടെ വണ്ടിക്ക് കുറച്ച് ഇലക്ട്രിക് ചെയ്യാനുണ്ട്. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ 2 വണ്ടി പുറത്തിറങ്ങിയ സന്തോഷമാണ്. അപ്പോൾ വണ്ടിയുടെ ഇലക്ട്രിക് പരമായ കാര്യങ്ങളൊക്കെ നോക്കുന്ന അടിമാലിലുള്ള മനിച്ചേട്ടയെ പറഞ്ഞ ചേട്ടായി കേട്ടോ. നേരെ നമ്മൾ അങ്ങോട്ടാട്ടോ പോകുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി മനിച്ചേട്ടയുടെ വർക്ക്ഷോപ്പിൽ ഇട്ടിട്ട് നേരെ ഇവിടെ നിന്ന് പോവുകയാണ്. സാധനങ്ങളൊക്കെ ഇറക്കി കൊടുത്തു. അപ്പോൾ നേരെ വണ്ടി പടുത കടയിലേക്കാട്ടോ പോകുന്നത്, ഈ വണ്ടിക്ക് പടുത അടിക്കാൻ വേണ്ടി. അപ്പോൾ ഈ ആശാനാട്ടോ നമ്മുടെ വണ്ടിക്ക് പണ്ട് തൊട്ട് പടുതയും കാര്യങ്ങളൊക്കെ അടിച്ചു തരുന്നത്. ഇത് പണ്ട് തൊട്ടുള്ള അപ്പോൾസറി കടയാണ്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ സീറ്റ് അടിക്കാൻ കൊടുത്തു ഇവിടെ കേട്ടോ. അപ്പോൾ ആശാൻ മറ്റേ വണ്ടിയുടെ പടുതയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തുടങ്ങി. അപ്പോൾ ഇത് അടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ സീറ്റിൻ്റെ കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ നമ്മൾ നേരെ പോയിട്ട് സീറ്റും കാര്യങ്ങളൊക്കെ നോക്കൂട്ടോ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ റെഡും ഒരു ബ്ലാക്കും ഷെയ്ഡായിട്ട് നമ്മൾ കൊടുക്കാൻ പറഞ്ഞത് അതുപോലെ വൃത്തിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി മുൻകൂർ പടുത അടിക്കുന്ന കേസ് പറഞ്ഞുകൊണ്ട് നമ്മുടെ വണ്ടിയിട്ട് ആദ്യമേ തന്നെ പടുതയുടെ വർക്ക് തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ 2-3 വണ്ടി അല്ലാതെ കിടക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ടോപ്പായിട്ട് അടിച്ചത്, ടോപ്പ് കൊണ്ടുപോയി വണ്ടിയിൽ സെറ്റ് ചെയ്തു. നമ്മൾ ഒരളവ് എടുത്തിട്ടാണ് സൈഡിലെ ഓരോ പടുതകളും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ വണ്ടിക്ക് മാത്രം നമ്മൾ പുതിയ പടുതയായിട്ട് അടിക്കുന്നുള്ളൂ. നമ്മുടെ വണ്ടിക്ക് പഴയ പടുത അത്യാവശ്യം നല്ലതാണ്, അത് നമ്മൾ ഇച്ചിരി മോഡിഫൈ ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ബാക്കിലെ സ്റ്റെപ്പിന് മൂടുന്ന കവറാണ്. അപ്പോൾ ഇതിൽ എംബ്ലം അടിക്കുന്നത് കേട്ടോ. ഇത് മഹീന്ദ്രയുടെ എംബ്ലം, പഴയ എംബ്ലം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ചൂടാക്കുന്നൊരു മെഷീൻ, അലുമിനിയാണത്. ചെറിയ രീതി ചൂടാക്കിയിട്ടാണ് അത് പ്രസ് ചെയ്യുന്നത്, പഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ജീപ്പിൻ്റെ കമ്പനി പടുതയിൽ ശ്രദ്ധിച്ചറിയാം, പടുതയിൽ കമ്പനിയുടെ ലോഗോയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മൾ അതുപോലെ തന്നെ ഇവിടെയും സെറ്റ് ചെയ്യുന്നുണ്ട്, അത് ഈ മെഷീൻ വെച്ചാട്ടോ. അപ്പോൾ നമ്മുടെ ജീപ്പിൻ്റെ എംബ്ലം മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ. വേറെ ഒരു വണ്ടിയുടെ എംബ്ലം കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടെ ജീപ്പാണ് ഏറ്റവും കൂടുതൽ പണിയാൻ പറ്റുന്നത്, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ അടുത്തത് മഹീന്ദ്ര എന്ന് എഴുതിയിരിക്കുന്ന അക്ഷരങ്ങളായിട്ട് അടിക്കുന്നത്. അപ്പോൾ ഫൈനൽ ലുക്ക് നോക്കി ഇവിടെ ചെറിയ രീതിയിൽ, ഇപ്പോൾ ഈ വീഡിയോയിൽ അത് അറിയാൻ പറ്റുന്നില്ല, പക്ഷേ നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ ലോഗോയും കാര്യങ്ങളും പ്രത്യേകം എടുത്ത് കാണും കേട്ടോ. അപ്പോൾ മറ്റേ വണ്ടിയുടെ പടുതയടി തീരാറായിട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ വണ്ടി എടുക്കാൻ വേണ്ടി വന്നതാണ് മനിച്ചേട്ട അടുത്തേക്ക്. അപ്പോൾ മനിച്ചേട്ട ഇവിടെ തീർന്നില്ല, തീർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളും കൂടുവാണ്. അപ്പോൾ ചേട്ടായി പറഞ്ഞു ഇത് ബ്രേക്ക് ലൈറ്റ് ബാക്കിൽ ചാത്തനാട്ടോ, ഇത് നമ്മൾ മൂവാറ്റുപുഴയിൽ നിന്ന് വാങ്ങിച്ചാണ്, നമ്മുടെ ഇവിടെ കിട്ടുന്ന ഒറിജിനലാട്ടോ. അപ്പോൾ ഇത് നമ്മൾ ചെറിയ വ്യത്യാസമുണ്ട്, പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന കേട്ടോ പറഞ്ഞേ. അതേ മനിച്ചേട്ടായി വണ്ടിയുടെ ബ്രേക്ക് ലൈറ്റിൻ്റെയും ഇൻഡിക്കേറ്റർ, റിവേഴ്സ്, എന്തെങ്കിലും ലൈറ്റും കാര്യങ്ങളെല്ലാം നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ 2-3 മീറ്ററും കൂടി മാറാണ്ടേ, കാരണം നമ്മുടെ വെള്ളം കയറിയിട്ട് അതിൽ ഫോഗ് പോലെ വരും കേട്ടോ. അപ്പോൾ മീറ്ററും കാര്യങ്ങളൊക്കെ നമ്മൾ സെക്കൻഡ് മൂവാറ്റുപുഴയിൽ നിന്ന് എടുക്കുക കേട്ടോ ചെയ്തേ, നല്ലത് നോക്കി എടുക്കുകയാണ് ചെയ്തേ. അപ്പോൾ നമ്മുടെ ജീപ്പിൻ്റെ ഇലക്ട്രിക് പരിപാടികളെല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ലൈറ്റും കാര്യങ്ങളും ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യണം. ഇത് മീറ്ററും കാര്യങ്ങളെല്ലാം മുറുക്കുകയാണ്, അഴിച്ചൊക്കെ ഇത് തിരിച്ച് മുറുക്കുകയാണ്. ഇത് നമ്മുടെ പാർക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ പടുതാക്കടയിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ മറ്റേ വണ്ടി പടുതയെല്ലാം അടിച്ച് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വണ്ടി മാറ്റിയിട്ടിട്ട് നമ്മുടെ വണ്ടി കയറ്റിയിരുന്നു കേട്ടോ. അപ്പോൾ മച്ചാമാരെ, അപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടിയുടെ പടുത വർക്കൊന്നും തീരില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടി ഇന്ന് ഇവിടെ ആശാൻ്റെ അടുത്ത് ഇട്ടിട്ട് പോകാൻ വേണ്ടിയാണ്. അപ്പോൾ നാളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വരുമ്പോഴത്തേക്കും പുള്ളി അടിച്ചിട്ടേക്കാന്ന് കേട്ടോ പറഞ്ഞത്.
അപ്പോൾ മച്ചാമാരെ ഇത് നമ്മുടെ വണ്ടിയുടെ മേളിൽ വെക്കുന്ന തട്ടാട്ടോ. ഇത് നമ്മൾ അപ്പോൾസറി ചെയ്യാൻ വേണ്ടി കൊടുത്തായിരുന്നു. ഇത് നമ്മൾ സ്റ്റെപ്പിനി കവറിൻ്റെ അതേ കളറിൽ തന്നെ കേട്ടോ കൊടുത്തേക്കണേ. അപ്പോൾ ഇത് നമ്മൾ പടുത ഇടുന്നതിന് മുമ്പ് സെറ്റ് ചെയ്തില്ലെങ്കിൽ ഭയങ്കര പാടായിരിക്കും ഇടാൻ വേണ്ടി. അപ്പോൾ കൊച്ചാപ്പ പടുത ഇടുന്നതിന് മുമ്പ് ഇന്നലെ സെറ്റ് ഇടുവാണെങ്കിൽ നാളെ അവർ പടുത അടിച്ചിട്ടേക്കും. ഓപ്പൺ ഗ്ലാസ് ആക്കിയപ്പോൾ ഈ തട്ട് വയ്ക്കാൻ നമ്മുടെ വണ്ടിക്ക് ഒരുപാട് പാടുപെട്ടു കേട്ടോ. കൊച്ചാപ്പ ഒരുപാട് സമയം കളഞ്ഞാണ് ഈ തട്ട് ഇവിടെ പിടിപ്പിച്ചത്. അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ നിന്നിട്ട് പോവാണേ. അപ്പോൾ മച്ചാന്മാരെ നമ്മളിത് പിറ്റേ ദിവസം വണ്ടി ടെസ്റ്റ് ചെയ്യുന്ന രീതിയിലാട്ടോ വരുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി പടുതയും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടിട്ടുണ്ടാവും. നമ്മൾ നേരെ അവിടെ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് MBD ഓഫീസിലേക്ക് പോയാൽ മതി. അപ്പോൾ കൊച്ചാപ്പ സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ട് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. മച്ചാന്മാരെ ഈ വണ്ടിക്ക് ഒരു ദിവസം ടെസ്റ്റ് പെൻഡിങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം 3000 രൂപയോളം ഫൈൻ വന്നിട്ടുണ്ട്. അതൊരു മാസത്തെ ഫൈനാട്ടോ വരുന്നത്. അപ്പോൾ ഒരു ദിവസം പെൻഡിങ് ആയാലും 2 ദിവസം പെൻഡിങ് ആയാലും ഒരു മാസത്തെ ഫൈനാണ് നമ്മൾ അടയ്ക്കുന്നത്. അപ്പം നമ്മൾ മാക്സിമം ആ ടെസ്റ്റ് പറഞ്ഞ സമയത്ത് തന്നെ വണ്ടി ടെസ്റ്റ് ചെയ്യാൻ നോക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ഇതുപോലെ കാശ് നമ്മുടെ കയ്യിൽ നിന്ന് ഇറങ്ങിപ്പോവും. ഒരു ദിവസത്തേക്കാണ് നമ്മൾ 3000 രൂപ കൊടുത്തത്. അപ്പോൾ മച്ചാന്മാരെ നമ്മുടെ വണ്ടിയുടെ അടുത്ത് എത്തിയിരുന്നു കേട്ടോ. അപ്പോൾ പണിയും കാര്യങ്ങളും തീർന്നില്ല, ഇപ്പോഴാണ് തീർന്നത്. വണ്ടിയുടെ സൈഡ് വെറുതെ പൊക്കി വെച്ചത് ഇതുപോലെ ഇരിക്കും. നമ്മൾ 2 സൈഡ് ഇതുപോലെ ഓപ്പൺ ചെയ്തെന്ന രീതിയിലാക്കി കേട്ടോ. അപ്പോൾ മച്ചാന്മാരെ അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ബുക്കിൽ ഇതുപോലെ ടൂർ ടൈപ്പ് കേട്ടോ, ഇതുപോലെ ഓപ്പൺ ചെയ്ത ടൂറർ എന്നാട്ടോ പറയുന്നത്. അപ്പോൾ ബുക്കിൽ അങ്ങനെ കേട്ടോ മെൻഷൻ ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ വെക്കാനുള്ള പെർമിഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ 2 സൈഡ് ഇതുപോലെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ സീറ്റും കാര്യങ്ങളും ഇന്നലെ തന്നെ പിടിപ്പിച്ചായിരുന്നു കേട്ടോ, അത് പറയാൻ മറന്നുപോയി. അപ്പോൾ ഇതായിട്ട് നമ്മുടെ വണ്ടിയുടെ ലുക്ക് ഇത് മറ്റേ ജീപ്പോടെ കിടക്കുന്നുണ്ട്. അപ്പോൾ മച്ചാന്മാരെ അപ്പോൾ നമ്മുടെ 2 വണ്ടിയും പരിപാടിയും കാര്യങ്ങളെല്ലാം തീർന്നിട്ടുണ്ട്. ഇനി നേരെ MBD ഓഫീസിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്യാനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ മച്ചാന്മാരെ അപ്പോൾ വെള്ള ജീപ്പിൻ്റെ ടെസ്റ്റ് വർക്കിൻ്റെ പേപ്പർ ഏജൻറ്റ് മുഖേന ശരിയാക്കാൻ കൊടുത്തത്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തം അക്ഷയ പോയിട്ട് ചെയ്യോട്ടെ ചെയ്തത്. അപ്പോൾ നമ്മൾ രണ്ടും 2 രീതിയിലാണ് ചെയ്തത്. അപ്പോൾ ഇത് തമ്മിൽ വ്യത്യാസം എന്താണെന്ന് നമ്മൾ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പോൾ ഏജൻറ്റ് മുഖേന ചെയ്യുകയാണെങ്കിൽ ഏകദേശം 13 രൂപയോളം നമ്മുടെ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ 3000 രൂപ കൂട്ടണ്ട, 3000 വണ്ടി ടെസ്റ്റ് പെൻഡിങ് ആയതിൻ്റെ കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു ഒരു ദിവസം പെൻഡിങ് ആയ 3000 രൂപ. അപ്പോൾ മച്ചാന്മാരെ ഇത് നമ്മുടെ വണ്ടിക്ക് ടെസ്റ്റിന് എടുത്ത പേപ്പറാട്ടോ ഇത്. ഇതേ കണ്ട് നമ്മുടെ വണ്ടി നമ്പറാണ് കാണുന്നത്. അപ്പോൾ ഈ ടെസ്റ്റിൽ കാണുന്ന ഈ ഫീസൊക്കെ നമ്മൾ അടച്ചത്. ഇത് ഓൺലൈനായിട്ട് അടച്ചാട്ടോ 955 രൂപ. അതുകൂടാതെ ഗ്രീൻ ടാക്സും കൂടി ഉണ്ട്, അതും നമ്മൾ അടച്ചാട്ടോ 600 രൂപ. അപ്പോൾ ഇത്രയും പൈസയാണ് നമുക്ക്. അപ്പോൾ അക്ഷയക്കാർക്കും നമ്മൾ അവർക്ക് ഫീസും കൂടി കൊടുക്കുന്ന ചിലവും കൂടി ഇവിടെ വരുന്നുള്ളൂ. അപ്പോൾ മച്ചാന്മാരെ അങ്ങനെ നമ്മൾ MBD ഓഫീസിൽ വന്നിട്ടുണ്ട് അടിമാലി. അപ്പോൾ അവരുടെ വണ്ടി ആട്ടോ ഇപ്പോൾ കിടക്കുന്നത്. ഇത് നമ്മുടെ ഒരു ജീപ്പ് ഇവിടെ കിടക്കുന്നുണ്ട്, മറ്റേ ജീപ്പ് അപ്പുറത്തും കൊണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി നേരെ മേളിൽ പോയിട്ട് ചോദിക്കാം. അപ്പോൾ മച്ചാന്മാരെ ഇന്ന് ലേൺ ടെസ്റ്റ് ഉള്ളതുകൊണ്ട് ഇന്ന് ടെസ്റ്റ് 1 മണിക്കായിട്ട് നടക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് 1 മണി വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ മച്ചാന്മാരെ അപ്പോൾ സാറ് വന്ന് നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും കേട്ടോ. ചേസ് നമ്പറും എഞ്ചിൻ നമ്പറൊക്കെ നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ബുക്കിൽ നമ്മുടെ വണ്ടിയുടെ ഈ കളറല്ലാട്ടോ കിടക്കുന്നത്, നീലയായിട്ടോ കിടക്കുന്നത്, ബ്ലൂ ആട്ടോ കിടക്കുന്നത്. അപ്പോൾ അത് മാറ്റണമെങ്കിൽ ഇപ്പോൾ ഈ വണ്ടി ടെസ്റ്റ് ചെയ്തിട്ട് പേപ്പർ നമ്മുടെ കയ്യിൽ വരണം. എന്നാലാണ് നമുക്ക് പേപ്പർ കൊണ്ട് കൊടുത്തും വീണ്ടും മാറ്റാൻ പറ്റത്തുള്ളൂ. ഇത് ഒറ്റയടിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല കേട്ടോ, അത് നമുക്കറിയില്ലായിരുന്നു. അപ്പോൾ ഇവരിവിടെ വന്നിട്ട് നമുക്ക് അങ്ങനെ എഴുതി കാര്യങ്ങളൊക്കെ തന്നു. ബുക്ക് വന്നിട്ട് വന്നാൽ മതി. അപ്പോൾ നമ്മൾ ഇനി ബുക്ക് വന്നിട്ട് കളർ മാറ്റാനേ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇവർ ഒന്നുകൂടെ ഇതുപോലെ വന്ന് നോക്കും. അപ്പോൾ നമ്മൾ വണ്ടി ഇതുപോലെ പൊന്നുപോലെ കൊണ്ടേ നടക്കണം. അപ്പോൾ മച്ചാന്മാരെ അങ്ങനെ നമ്മൾ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോകട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ 13 ദിവസം കൊണ്ട് നമ്മുടെ 2 വണ്ടിയുടെ പണിയും തീർത്തത് ടെസ്റ്റും കഴിഞ്ഞത് നമ്മൾ തിരിച്ച് പോകട്ടോ. അപ്പോൾ മച്ചാന്മാരെ അപ്പോൾ നമ്മൾ ടെസ്റ്റ് വർക്കിൻ്റെ വീഡിയോകൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതിൻ്റെ ഒരുപാട് പാർട്ട് ടെസ്റ്റ് വർക്കിൻ്റെ വീഡിയോകളും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പോയി ഇരുന്ന് കാണുക. അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ മച്ചാന്മാരെ അപ്പോൾ ഈ ടെസ്റ്റ് വർക്കിൻ്റെ പണിയും തീർന്ന് ഈ 2 വണ്ടിയുടെ റിവ്യൂ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ മച്ചാന്മാരെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ 2 വണ്ടിയുടെ റിവ്യൂമായി കാണുമ്പോഴേക്കും തൽക്കാലത്തേക്ക് ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.